പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഡിസംബർ 16 ചൊവ്വ. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുൻപാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന എന്നെ പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവും ഇല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഒന്നിച്ചു കൂടുമ്പോൾ ഒരേ ഒരു ഉറപ്പാണ് നമ്മുടെ ഹൃദയത്തെ സ്വാന്തനപ്പെടുത്തുന്നത്. വചനം നിവർത്തിക്കുന്ന ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. ശലോമോൻ തൻ്റെ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി പറഞ്ഞതായി ഈ വാക്കുകൾ ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, ആകാശത്തും ഭൂമിയിലും നിന്നെപ്പോലെ മറ്റൊരു ദൈവവും ഇല്ലല്ലോ. ഇവിടെ ശലോമോൻ ഒരു വലിയ കണ്ടെത്തൽ അവന്റെ ജീവിതത്തിൽ നടത്തുകയാണ്. അവൻ കണ്ടെത്തുന്നത് രാജാവിന്റെ കിരീടത്തെക്കാൾ വലുതായ ദൈവത്തിന്റെ മഹത്വത്തെയാണ്. ശലോമോൻ മഹാനായ ഒരു രാജാവായിരുന്നു. സമ്പത്തും ജ്ഞാനവും ശക്തിയുമെല്ലാം അവനുണ്ടായിരുന്നു. എങ്കിലും ഈ മഹാനായ രാജാവിന്റെ അധരങ്ങളിൽ നിന്നും പൊഴിയുന്നതായ വാക്ക് വാഴ്ത്തല. അവൻ പറയുന്നു, ഇങ്ങനെയുള്ളതായ ദൈവം വേറെ ആരുമില്ല. ദൈവാനുഭവം ആഴമാകുമ്പോൾ ആ ദൈവത്തെ വാഴ്ത്തുകയാണ് ആദ്യം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ശലോമോൻ അങ്ങനെ പറയുന്നത്? കാരണം അവൻ തിരിച്ചറിഞ്ഞു, ദൈവം വാഗ്ദാനം നിവർത്തിക്കുന്നവന്. വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ദൈവം ഒരിക്കൽ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നടക്കും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദാനം നിവർത്തിച്ചു. ദാവീദിനോട് പറഞ്ഞതായ വാഗ്ദാനം നിവർത്തിച്ചു. രാജ്യത്തെ സ്ഥിരമാക്കുമെന്ന് ശലോമോനോട് പറഞ്ഞതായ വാഗ്ദാനവും ദൈവം നിവർത്തിച്ചു. അതുകൊണ്ട് ശലോമോൻ ആഹ്ലാദിച്ച് ദൈവത്തെ സന്നിധിയിൽ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതായ ഒരു വാക്കും ശൂന്യമായി മടങ്ങിയിട്ടില്ലല്ലോ. നീ നിന്റെ ദാസരോടൊക്കെയും പറഞ്ഞതായ വാഗ്ദാനങ്ങൾ വിശ്വസ്തമായി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ദൈവത്തിന്റെ വാക്ക് കാറ്റല്ല, കാലം കടന്നാലും നിലനിൽക്കുന്ന പാറയ. വാഗ്ദാനം ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് വീണാൽ അത് ചരിത്രമായി തീരും എന്നത് നാം ഓർക്കുക. നമ്മുടെ ജീവിതത്തിലും ഇത് സത്യമാണ്. നാം ഇന്ന് പലപ്പോഴും അനിശ്ചിതത്വത്തിന്റെ വഴിയിലൂടെ ആയിരിക്കാം സഞ്ചരിക്കുന്നത്. പക്ഷേ നമുക്കിങ്ങനെ പ്രഘോഷിക്കാം, ദൈവം ആരംഭിച്ചത് അവൻ പൂർത്തിയാക്കും. ദൈവം കൈവശമെടുത്താൽ ഭാവി ഭയപ്പെടേണ്ടതായിട്ടില്ല. കാരണം അവൻ വാഗ്ദാനങ്ങളുടെ ദൈവമാണ്. അവനെ നിവർത്തിക്കുന്നതായ ദൈവമാണ്. ദൈവം അവന്റെ വാക്കുകൾ നമുക്ക് അരുളി ചെയ്യും. ആ വാഗ്ദാനങ്ങൾ നിറവേറും. ദൈവത്തിന്റെ വാക്ക് ഒരിക്കലും മാറുകയില്ലല്ലോ. മനുഷ്യൻ ചെയ്യുന്നതായ വാഗ്ദാനം പേപ്പറിലാണ്, പക്ഷേ ദൈവം ചെയ്യുന്നതായ വാഗ്ദാനം ഹൃദയത്തിലാണ്. കാരണം ദൈവം മാത്രമേ ഇത്രയും വിശ്വസ്തനായിട്ടുള്ളൂ. ശലോമോൻ അതുകൊണ്ട് പറയുകയാണ്, ആകാശത്തും ഭൂമിയിലും നിന്നെ പോലെ ഒരു ദൈവമില്ലല്ലോ. ഇതൊരു സാധാരണ വാചകമല്ല, ഇത് അവന്റെ സാക്ഷ്യമാണ്. അവന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ ആഴത്തിൽ പിറന്നതായ ഒരു വാക്കാണ്. നമുക്കും ഇങ്ങനെ പ്രഘോഷിക്കുവാൻ സാധിക്കണം, ദൈവമേ, നിനക്ക് സമനായിട്ട് ആരുമില്ലല്ലോ. വാഗ്ദാനത്തിൽ വിശ്വസ്തനാണല്ലോ നീ. ആ വാഗ്ദാനത്തിൽ വിശ്വസ്തനായ നീ സകലതും നടത്തും എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയെ നാം വിശ്വസിച്ച് ജീവിക്കേണ്ടതായിട്ടുണ്ട്. ശലോമോൻ ദൈവത്തെ വാഴ്ത്തിയതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ 3 കാര്യങ്ങൾ. 1, ദൈവത്തെ ഓർക്കുക. അവൻ നമ്മോട് ചെയ്തതായ നന്മയെ ഒരിക്കലും വിസ്മരിക്കരുത്. 2, ദൈവത്തെ വാഴ്ത്തുക. വാഴ്ത്തൽ ആത്മീയ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ന് തിരിച്ചറിയുക. 3, ദൈവത്തിൽ വിശ്വസിക്കുക. വാഗ്ദാനങ്ങൾ നിവർത്തിക്കുന്ന ദൈവത്തെ നാം വിശ്വസിക്കണം. അപ്പോൾ ഭയവും ആശങ്കകളും മാറും. ദൈവം വിശ്വസ്തന.
അതിനാൽ നാം ഭയരഹിതരായി തീരണം. നാം പിടിക്കുന്നത് ദൈവത്തിന്റെ വാക്ക്, എന്നാൽ അവൻ പിടിക്കുന്നത് നമ്മുടെ കരങ്ങളാ. ആ ദൈവം ഇന്നലെയും ഇന്നും നമ്മുടെ വാഗ്ദാനങ്ങൾ, നമുക്ക് ചെയ്തായ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നവനാണ്. അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗീയ പിതാവേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവനുമായ ദൈവമേ, നിന്റെ മഹത്വം ഞങ്ങൾക്ക് വീണ്ടും വെളിപ്പെടുത്തുന്നതിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിനക്ക് സമനായ ദൈവമില്ലല്ലോ. ഞങ്ങളുടെ ഭയങ്ങളെ നീക്കിക്കളയണമേ. നിന്റെ വാക്കിൽ ദൃഢമായ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ വഴിയിൽ നടക്കുവാൻ കരുത്തും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.